Welcome to Got Me Now. So, നമ്മളൊരു പുതിയൊരു രണ്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പോവാണ്. ഒന്ന് ഒരു ഓൺട്രപ്രണൽ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ, ഒന്ന് ബിസിനസ്സുകാരുടെ, ഒന്ന് ഓൺലൈനായിട്ട് പൈസ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ. ഇത് ഓൺട്രപ്രണൽ കമ്മ്യൂണിറ്റി തന്നെ വരും. സോ അതിന്റെ ഫസ്റ്റ് പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് പ്രൊജക്ട്സ് ഓൺബോർഡ് ചെയ്യാൻ വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വി വിൽ ട്രൈ വിത്ത് ദ ഫസ്റ്റ് വൺ. സോ keep active in the community. You will be getting more opportunities soon. Okay, so നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഷീറ്റ് വഴി ഒരു റവന്യൂ മോഡൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഗൂഗിൾ ഷീറ്റിൽ ഇരുന്നുകൊണ്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഗൂഗിൾ ഷീറ്റ് വിൽ ബി മേക്കിംഗ് ദ പ്രോസസ് മോർ ഈസിയർ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ. ഇതാണ് ഷീറ്റ്. നമ്മൾ നോർമൽ ഷീറ്റിൽ വരുന്ന പോലെ നമുക്ക് എല്ലാ ബട്ടൺസ് ഉണ്ട്. സോ വി ക്യാൻ സി അനദർ ബട്ടൺ, ലീഡ് ഫൈൻഡർ. ഓക്കെ, ബിഫോർ ദാറ്റ് സെറ്റിംഗ്സിൽ എന്നുള്ള ടാബ് പോയി കഴിഞ്ഞാൽ യു ക്യാൻ സി കൺട്രി, സിറ്റീസ് ആൻഡ് കാറ്റഗറി. കൺട്രി ഇന്ത്യ കൊടുക്കാം, ഏത് കൺട്രി വേണം ടാർഗറ്റ് ചെയ്യാം. കാറ്റഗറി കൊടുക്കാം, ഏത് ടൈപ്പ് ബിസിനസ്സുകാരെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കാറ്റഗറി മാക്സിമം 5 to 8 മാത്രം കൊടുക്കാം. സോ ദർ ഇസ് എ ലിമിറ്റ്. ഓക്കെ, so when it comes to leads, നമ്മൾ ഇത് കൊടുക്കും, we need to give authorization. Okay, so ഇനി നമുക്കൊരു ഇത് പ്രോംപ്റ്റ് വരും. നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ ആക്സസ് കൊടുക്കുന്ന പോലത്തെ പ്രോംപ്റ്റ് വരും, അത് കൊടുക്കുക. സോ ഇറ്റ് വിൽ ഗിവ് ദ ആക്സസ്. ഇത് നിങ്ങൾ ഇഗ്നോർ ചെയ്താൽ മതി. ഇത് ഞാൻ ഗൂഗിൾ സപ്പോർട്ടായിട്ട് വെരിഫൈ ചെയ്തതാണ്. സോ നമ്മളത് മാനുവലി സ്ക്രിപ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് കാണിക്കുന്ന ഒരു വാർണിംഗ് മാത്രമാണ്. നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതിങ്ങനെ കൊടുക്കുക, സെലക്ട് ഓൾ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓൾറൈറ്റ്, സോ ഓതറൈസേഷൻ സക്സസ്ഫുൾ. ഉണ്ടോ, നമ്മൾ ആ ലീഡ് ഫൈൻഡർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായി 3 കയറി. ഇതുപോലെ അടുത്ത കൊടുക്കുക. സോ ഇറ്റ് വിൽ റൺ ദ സ്ക്രിപ്റ്റ് അഗെയിൻ. ഇറ്റ് വിൽ ഫൈൻഡ് മോർ ലീഡ്സ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ലീഡ്സിനെ കോൺടാക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഗൂഗിൾ ഇതിലേക്ക് വരും. കാരണം അവർക്ക് വെബ്സൈറ്റ്സ് ഇല്ല, ഗൂഗിൾ മാപ്പിൽ കണ്ട വെബ്സൈറ്റ്സ് ഇല്ല. ഈസി ആയിട്ട് വെബ്സൈറ്റ് സെല് ചെയ്യാം. ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്, മിനിമം 4500-5000 രൂപയ്ക്ക് മാത്രം സെല് ചെയ്യുക. കാരണം 1000-1200 രൂപയ്ക്ക് എക്സ്പെൻസ് വരും. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു ബിസിനസ് ആകുമ്പോൾ ഒരു ABC എന്ന് പറഞ്ഞൊരു ഇതായിക്കോട്ടെ. സോ പേരുണ്ടാവുക www.abc.com ഫോർ എക്സാമ്പിൾ. അതിന് ആ ഡൊമൈൻ വാങ്ങിക്കാനാണ് നമുക്ക് ഈ 1000-1200 രൂപ ചിലവ് വരുന്നത്. ഓക്കെ, ഇത് നിങ്ങളൊരു 4500-5000 രൂപ എന്ന രീതിയിൽ സെല് ചെയ്യുമ്പോൾ ദിസ് ഫൈൻ. ഇനി ചെറിയ ബിസിനസ്സുകാരാണെങ്കിൽ അവർക്കും നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് കൊടുക്കാം. അവരെ ഗൂഗിൾ ബിസിനസ്സിൽ ആഡ് ചെയ്യാനും. എവറി സ്മോൾ ബിസിനസ് ലെറ്റ് ദം ഹാവ് എ വെബ്സൈറ്റ്. എന്താണ് അതിനകത്ത് കുറച്ചുകൂടി പ്രൊഫഷണൽ, എന്താണ് തെറ്റ്? സോ അത് നമുക്ക് ഇപ്പോൾ അവർക്ക് 2000 രൂപ കപ്പാസിറ്റി ഉള്ളെങ്കിൽ നമുക്ക് അതും ചെയ്യാം. പക്ഷേ അതിൻ്റെ ഡൊമൈൻ നമുക്ക് ഇങ്ങനെയാണ് വരിക, abc.gotmenow.com. ഇതിൽ നമുക്ക് വേറെ ചിലവുകളില്ല. നിങ്ങൾ ഏത് ബിസിനസ് ആണോ അവർക്ക് സെല് ചെയ്യുക, 2000-3000 സെല് ചെയ്യുക. ആ ഗൂഗിൾ ബിസിനസ് ഏതാണോ എൻ്റെ അടുത്ത് പറയുക, ഐ വിൽ മേക്ക് ദ വെബ്സൈറ്റ് ആൻഡ് ഗിവ് ഇറ്റ് യു. യു ക്യാൻ കീപ് ദാറ്റ് ഓൾ പ്രോഫിറ്റ് വിത്ത് യു. ഓക്കെ, സോ നമ്മൾ വൺസ് ഒരു ക്ലയൻറ്റ് ഓൺബോർഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവരെ ഒരു കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യും. അവർ സ്പെഷ്യൽ റിക്വസ്റ്റ് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, ഞാനുണ്ടാവും, എൻ്റെ ഒരു ടീം മെമ്പർ ഉണ്ടാവും, നിങ്ങളുണ്ടാവും, ക്ലയൻറ്റിൻ്റെ ഒരു മെമ്പർ ഉണ്ടാവും. നമ്മൾ വിൽ ബി മേക്കിംഗ് എ വാട്സാപ്പ് ഗ്രൂപ്പ്. ഫർദർ ഡിസ്കഷൻസ് ഒക്കെ അവിടെയാണ് നമ്മൾ നടത്തുക. ഓക്കെ, ഇതാണ് ഐഡിയ. പിന്നെ ക്ലയൻസിനോട് പറയുക, ഇപ്പം abc.com എന്നുള്ള ഡൊമൈൻസ് വാങ്ങിക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവരോട് പറയുക, ഇയർലി 1500-2000 നല്ല പൊട്ടൻഷ്യൽ ആണെങ്കിൽ 5000 വരെ കൊല്ലത്തിൽ പറയാം. 1500-2000 രൂപ ആനുവൽ മെയിൻ്റെനൻസ് ഫീ ഉണ്ടാവുമെന്ന് പറയാം. അത് കാരണം ഡൊമൈൻ വാങ്ങിക്കാൻ, ഡൊമൈൻ കൊല്ലങ്ങളിൽ റിന്യൂ ചെയ്യേണ്ട കാര്യമാണ്. അത് നിങ്ങൾക്ക് വാങ്ങിക്കാം, കയ്യിൽ വെക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ബിസിനസ് പ്ലാൻ. ഇതിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഉള്ളത്, ഇത് സ്ട്രിക്ട്ലി ഫോർ പേഴ്സണൽ യൂസ് ആണ്. യു ഷുഡ് നോട്ട് ഷെയർ ടു എനി വൺ. ഇഫ് I find you are sharing with some other your friends or someone else, I will have to revoke the access. കാരണം ഇത് നമ്മൾ ഗൂഗിളിൻ്റെ API ഒക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഷീറ്റാണ്. സോ ഇഫ് യു ട്രൈ ടു ഗിവ് അനദർ ആക്സസ്, I will get the notification in my mail, so I will have to revoke it.
സോ അതിന് നിൽക്കാണ്ടിരിക്കുക. ലെറ്റ്സ് ബി ജെനുവിൻ, ലെറ്റ്സ് വർക്ക് വിത്ത് ട്രസ്റ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഐഡിയ. ഞാൻ ഗൂഗിൾ ഷീറ്റിൽ കൊണ്ടുവരാൻ കാരണം കുറച്ചുകൂടി ജനറൽ ആയിട്ട് ആൾക്കാർക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി കാര്യങ്ങളൊക്കെയാണ്. സോ വൺസ് നമ്മൾ കുറച്ചുകൂടി ഫെമിലിയർ ആയി കഴിഞ്ഞാൽ വി വിൽ മേക്ക് ടു ആൻഡ് വെബ് ആപ്പ്. സോ വി ആർ വർക്കിംഗ് ഓൺ ദ പ്രൊജക്ട്. സോ ഇതാണ് നമ്മളെ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്. സോ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. I will help you out. Thank you so much, and we can build the future together.